നല്ല സ്വീറ്റായിട്ടൊരു ബനാന കട്ട്ലേറ്റ് ഉണ്ടാക്കാം. വൈകുന്നേരത്തെ ചായയുടെ കൂടെയും സ്നാക്സിനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ, പാത്തോസ് കിച്ചൺ വൈബ്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബനാന കട്ട്ലേറ്റിന് വേണ്ടി ഞാനിവിടെ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ ഇതളുകളായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ കായ ഒന്ന് വാട്ടിയെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് വാട്ടണം കേട്ടോ. നല്ല പഴുത്ത കായാണെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു ഐറ്റത്തിന്. ഇപ്പോൾ കായൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെയും നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയും കായും നല്ല രീതിയിലൊന്ന് സെറ്റായി അടിഞ്ഞൊരു ടെക്സ്ചറായിട്ട് വരണം. നല്ല കുഴമ്പ് രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. എൻ്റെ പഴം അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി വീണ്ടും നന്നായിട്ട് മിക്സായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. തേങ്ങയും പഞ്ചസാരയും പഴമൊക്കെ സെറ്റായി വരണം. പിന്നെ അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ചേർക്കണം കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ. ഞാൻ പഞ്ചസാരയുടെ കൂടെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏലക്ക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറി തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ നല്ല പരന്ന രീതിയിൽ ഇതുപോലെയോ ചെയ്തെടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. നിങ്ങളുടെ കയ്യിൽ കട്ട്ലേറ്റിൻ്റെ അച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ ചെയ്താൽ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ പരന്നിട്ടും റൗണ്ടായിട്ടും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മൈദപ്പൊടിയോ കോൺഫ്ലവർ മിക്സോ എന്ത് വേണേലും എടുക്കാം. മുട്ട വേണേൽ മുട്ട എടുക്കാം. അതിൽ മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് വെക്കാം. അങ്ങനെ അതുപോലെ എല്ലാം തന്നെ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എണ്ണ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലുള്ളിൽ വേകാനായിട്ടൊന്നും ഇല്ല, എല്ലാം വെന്ത് വന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബ്രൗണിഷ് കളറാക്കി അപ്പാടെ എടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ടൈം വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എണ്ണ വാരുമ്പോൾ ഒരുപാട് വാരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്കിതിലൊക്കെ പൊടിയൊക്കെ ആയാൽ പിന്നെ ആ ഒരു എണ്ണ വെറുതെ യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്രെഡിൻ്റെ പൊടിയൊക്കെ എണ്ണയിൽ മിക്സ് ആയാലും, അതുകൊണ്ട് കുറച്ച് എണ്ണ വാർന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ തന്നെ എടുക്കാം, ഒരുപാട് ടൈം വെക്കണ്ട. പഴവും തേങ്ങയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കായിട്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. മധുരം സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ആക്കി കൊടുക്കാം. എപ്പോഴും പഴം പൊരിച്ചത് അങ്ങനെയൊക്കെ കൊടുത്ത കുട്ടികൾക്കൊരു മടുപ്പല്ലേ. അപ്പോൾ നമ്മുടെ ഡിഷ് ഏകദേശം സെറ്റായി ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് സെർവ് ചെയ്ത് വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ അത് കാലിയായിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കിയപ്പോഴേക്ക് മോളും മോനും വന്ന് തിന്നിട്ടുണ്ടായിരുന്നു. അത്രയും ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ പറ്റിയ ഐറ്റമാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സൊക്കെ ശരിക്കും എന്താ പറയുക, നല്ല ഒരു ക്രിസ്പി ആയിട്ട്, പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കായും തേങ്ങയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.